അതിനുവേണ്ടി 32 സെന്റിമീറ്റർ വീതിയും 36 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. അതിനുശേഷം മിഡിലിലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഒരു വശത്തു നിന്നും 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി ഒരു വെർട്ടിക്കൽ ലൈൻ വരയുക. ഇനി ഒന്നാമത്തെ ലൈനിൽ നിന്നും 1.5 സെന്റിമീറ്റർ അകലത്തിൽ രണ്ടാമത്തെ ലൈൻ വരയുക. ഇനി രണ്ടാമത്തെ ലൈനിൽ നിന്നും 2.5 സെന്റിമീറ്റർ അകലത്തിൽ മൂന്നാമത്തെ ലൈൻ വരയുക. ഇനി 3.5 സെന്റിമീറ്റർ അകലത്തിൽ നാലാമത്തെ ലൈനും 4.5 സെന്റിമീറ്ററിൽ അഞ്ചാമത്തെ ലൈനും 7 സെന്റിമീറ്റർ അകലത്തിൽ ആറാമത്തെ ലൈനും 2 സെന്റിമീറ്ററിൽ ഏഴാമത്തെ ലൈനും 4 സെന്റിമീറ്റർ അകലത്തിൽ എട്ടാമത്തെ ലൈനും വരയ്ക്കുക. ഇനി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ലൈനിന്റെ ഇടയിലായി സെന്ററിൽ നിന്ന് 8 സെന്റിമീറ്റർ അകലത്തിൽ രണ്ടു വശത്തും ലൈനുകൾ വരയുക. ഇനി മൂന്നാമത്തെ ലൈനിൽ 4 സെന്റിമീറ്റർ ഇതുപോലെ അടയാളപ്പെടുത്തി ലൈനുകൾ വരയുക. ഇനി നാലാമത്തെ ലൈനിലും 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി ലൈനുകൾ യോജിപ്പിക്കുക. ഇനി ആറാമത്തെ ലൈനിലും 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി അഞ്ചാമത്തെ ലൈനിൽ നിന്നും ചിത്രത്തിൽ കാണുന്നത് പോലെ ലൈനുകൾ യോജിപ്പിക്കുക. ഏഴാമത്തെ ലൈനിലും 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി ലൈനുകൾ ജോയിൻ ചെയ്യുക. ഇനി ഏഴാമത്തെ ലൈനിൽ 8 സെന്റിമീറ്ററും എട്ടാമത്തെ ലൈനിൽ 4 സെന്റിമീറ്ററും അടയാളപ്പെടുത്തുക. ഇനി അത് തമ്മിൽ യോജിപ്പിക്കുക. ഇനി എഡ്ജിലായി 1 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി ലൈൻ വരയുക. അതിനായി താഴ്ഭാഗത്ത് 1/2 സെന്റിമീറ്ററും മൂന്നാമത്തെയും നാലാമത്തെയും ലൈനിന്റെ ഇടയിലായി 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇനി ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഇനി ഒന്നാമത്തെ ലൈനിൽ 3.5 സെന്റിമീറ്ററും ഇനി മുകൾ ഭാഗത്ത് സെന്ററിൽ നിന്നും 2 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇനി ചിത്രത്തിൽ കാണുന്നത് പോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി അത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ മുറിച്ചു വെച്ച കാർഡ്ബോർഡിന്റെ അതേ വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് വലുപ്പത്തിൽ ഒരു പേപ്പർ കൂടി മുറിച്ചെടുക്കുക. ഇനി നമുക്ക് മറ്റു പാർട്ടുകൾ കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ അളവുകൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് ഇഞ്ചിന്റെ ഫ്രണ്ട് ഭാഗമാണ്. അതിനായി 7 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു കാർഡ്ബോർഡ് എടുക്കുക. ഇനി 2.5 സെന്റിമീറ്റർ വെച്ച് മടക്കി ബോക്സ് ആക്കുക. ഫ്രണ്ട് ഭാഗം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യണം. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ അവിടെ ഒട്ടിക്കണം. ആദ്യം ക്യാബിനിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഒട്ടിക്കുന്നത്. ഏകദേശം ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി ഇതിന്റെ സെക്കൻഡ് പീസ് ഒട്ടിക്കാം. അപ്പൊ നമ്മൾ മുൻവശത്തെ 2 ഭാഗം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ താഴ്ഭാഗത്തുള്ള ബോഡി പാർട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. നമ്മൾ മുറിച്ചെടുത്ത ചാർട്ട് പേപ്പർ ഇതിന് മുകൾ വശത്തായി ഒട്ടിച്ചെടുക്കാം.
താഴ്ഭാഗത്തു നിന്നും വിങ്സ് വരെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ക്യാബിൻ പോർഷനെ നമുക്കിനി ഒട്ടിച്ചെടുക്കാം. ക്യാബിൻ പോർഷൻ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. പോലെ അടിവശം മുഴുവനായി ഒട്ടിച്ചെടുക്കുക. കാർഡ്ബോർഡ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ പേപ്പർ ഒട്ടിക്കുക. ഇനി എഞ്ചിൻ പാർട്ടിന് വേണ്ടി 2 ബ്ലാക്ക് പേപ്പർ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എഞ്ചിൻ പാർട്ടുകളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ വെർട്ടിക്കൽ വിങ്സും. ഇനി മുൻവശത്ത് വെക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പേപ്പർ റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഫ്രണ്ട് ടയേഴ്സും ബാക്ക് ടയേഴ്സും നിർമ്മിക്കുക. അപ്പോൾ നമ്മുടെ ഫർണിച്ചർ ജെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.